അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഹരിബ്രോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആഫ്രിക്ക ടിൻ വിശേഷങ്ങൾ നമുക്കറിയാം. നമുക്ക് ഹരിബ്രോയോട് തന്നെ ചോദിച്ചറിയാം. ഓണർഷിപ്പ് എക്സ്പീരിയൻസ് എന്താണ്, കോസ്റ്റ് എന്താണ്, എന്തൊക്കെ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്, പിന്നെ വണ്ടി ഓടിച്ചിട്ടുള്ള അല്ല വീഴ്ത്തിയിട്ടുള്ള പിന്നെ ബാക്കിയുള്ള അഭ്യാസങ്ങളെ പറ്റിയൊക്കെ ചോദിച്ചറിയാം. അപ്പോൾ ഹരിബ്രോ, ഫസ്റ്റ് വണ്ടി ഏതാണ്? പൾസർ ആയിരുന്നു, 150. ഓക്കെ 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 കരിസ്മ. ഓ ഓക്കെ ഓക്കെ എനിക്കിപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ്. ഓക്കെ മിസ് ചെയ്യുന്നുണ്ടാവുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ കൊടുക്കൂലായിരുന്നു. ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ BM-ന്റെ 310 R. ഓക്കെ എനിക്ക് ഡെയിലി യൂസിന് വേണ്ടിയായിരുന്നു. ഓക്കെ സ്ട്രീറ്റ് യൂസിനും എല്ലാം ഫ്രണ്ട്ലി ആയതുകൊണ്ടാണ് 310 R ഓപ്റ്റ് ചെയ്തത്. ഓക്കെ 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 അഡ്വഞ്ചറിനോട് അത്രയ്ക്ക് ക്രേസ് ഇല്ലായിരുന്നു, പോകാനുള്ള ഒരു ടൈമും ഇല്ലാതെ ഒന്നും പറ്റില്ലായിരുന്നു. ഓക്കെ ഓക്കെ പിന്നെ GS-ലോട്ട് എന്തായാലും പോയില്ല. ഓക്കെ 310 R എനിക്ക് ഇഷ്ടമായിരുന്നു. നല്ല പവർ ഡെലിവറി ഒക്കെ ഉണ്ട്. പക്ഷേ കൊടുക്കാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് കോസ്റ്റ് ആയിരുന്നു. 20K സർവീസിനാണ് കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് ഓൾമോസ്റ്റ് 25K-യോളം. 20K സർവീസിന് 25K ബില്ലോ? ഗൈസ് ശ്രദ്ധിച്ചോ, എടുക്കുന്ന ആൾക്കാർ സൂക്ഷിച്ചോ. പിന്നെ നമ്മൾ ഓർത്ത് പിന്നെ അത് അത്രയും പ്രാക്ടിക്കൽ അല്ല, വರ್ತല്ല. കാരണം പവറും കുറവാണ്, ഒരുപാട് കോസ്റ്റും. ഒരു 650+ cc കാറ്റഗറി വണ്ടി ബൈക്സിന്റെ അതേ രീതിയിലാണ് നമ്മളോട് ഒരു ചാർജ് ചെയ്യുന്നത്. ആണല്ലേ? ഓക്കെ വണ്ടിയായിട്ട് പോലും. ഓക്കെ പിന്നെ സൂപ്പർ ബൈക്ക് എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. ഓക്കെ ജോലിയൊക്കെ കിട്ടിയപ്പോഴത്തേക്കും അത് മേടിക്കാനുള്ള ഒരു സെറ്റപ്പ് ആയപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഫസ്റ്റ് 4 സിലിണ്ടർ എൻട്രി ലെവൽ ബൈക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ചിന്ത പോകുന്ന വണ്ടി പൊതുവെ Z900 ആയിരിക്കും. ഓക്കെ Z900 അങ്ങനെ പോയെടുത്തു. അത് ഒന്നും പറയാനില്ല, അന്യായ പവർ ഡെലിവറി. പിന്നെ മെയിൻ്റനൻസ് ആണെങ്കിലും ഓക്കെ ആയിരുന്നു. നമ്മുടെ സ്റ്റെള്ളെണ്ണം പറഞ്ഞ പോലെ ചെറിയൊരു മിസൈൽ വണ്ടിയായിരുന്നു. ഓക്കെ അതിൻ്റെ അകത്ത് ഞാൻ മാറ്റാനുള്ള ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ വൈഫ് കൂടെ വേണമെന്നുണ്ടെങ്കിൽ പില്യൺ കംഫോർട്ട് എടുത്തില്ല. ഓക്കെ 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 അത് പില്യണ വെച്ച് ഓടിക്കാനുള്ള വണ്ടിയേ അല്ല. രസപ്പെടുന്നുണ്ടെങ്കിൽ സിംഗിളായിട്ടൊക്കെ പോകാം. അതെ അതെ. അതിൽ പുള്ളിക്കാരത്തി കിടക്ക് എൻ്റെ കൂടെ വന്നൊക്കെ ആഗ്രഹമുള്ള സമയത്താണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഓക്കെ പിന്നെ ഞാൻ ഓർത്ത് പിന്നെ ഫാമിലി ആയാലും അപ്പോൾ ഞാൻ ഓർത്ത് ഒരു ടൂറ് പിന്നെ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ അഡ്വഞ്ചർ ചെയ്യാൻ പറ്റിയ ഒരു അപ്ഗ്രേഡ് വേണമെന്ന് തോന്നി. ചെറിയ രീതിയിൽ അല്ലേ? നമ്മള് ആഫ്രിക്ക ട്വിനിലേക്ക് എത്തി. ഞാൻ എൻ്റെ ആക്ച്വലി തേർഡ് ഓണറാണ്. ഓക്കെ. അപ്പോൾ നടന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഇപ്പം നമുക്ക് ഈ വണ്ടി പുത്തൻ വണ്ടി പറഞ്ഞ് ഇറക്കാനാണെങ്കിൽ എന്ത് റേറ്റ് വരും? ഓൾമോസ്റ്റ് 22 lakhs-ഓളം ഓൺ റോഡ് വന്നിട്ടുണ്ട്. ഓൺ റോഡ് 22 ലോഞ്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഷോറൂം ചോദിച്ചപ്പോൾ പറഞ്ഞ് 23-ഓളം വന്നു. 23 വരുന്നുണ്ട്. വില വീണ്ടും കൂടി. ഓക്കെ. അപ്പോൾ ബ്രോ ഇതെടുത്തപ്പോൾ ഞാൻ 14.6-നാണ് എടുത്തത്. 14.6-ന് ഇറക്കിയ അല്ലേ? കേരള രജിസ്ട്രേഷൻ തന്നെ. ഇത് മാത്രം നമുക്ക് ബാക്ക് ഇത് മാത്രം ബോക്സ് മാത്രമേ ഇല്ല. ഓക്കെ എല്ലാ സർവീസും ഞാൻ എടുത്തപ്പോൾ ഉണ്ടായിരുന്നു. ഓക്കെ 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 ഓൾമോസ്റ്റ് ഇതിൻ്റെ അകത്തൊരു നോക്കുകയാണെങ്കിൽ ഒരു 75K-യുടെ സർവീസ് ഉണ്ട്. 75K-യുടെ ആക്സസറി ഉണ്ട്. ആക്സസറി ഏതൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഗാർഡ്സ് ഉണ്ട്. ഓക്കെ. അപ്പ് ഡൗൺ ഉണ്ട്. ഓക്കെ. അതിന് ഏകദേശം 30K-യുടെ അടുത്ത് വന്നിട്ടുണ്ട്. 30K എടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് റാം മൗണ്ട് വന്നിട്ടുണ്ട്. റാം മൗണ്ട് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് റാം മൗണ്ട് യൂസ് ചെയ്തത്? മറ്റേ ബോബോ ഗിയറിൻ്റെ ഒക്കെ മൗണ്ട്സ് ഉണ്ടല്ലോ, അതൊന്നും ചൂസ് ചെയ്യാതെ റാം എടുക്കാൻ? കംഫർട്ടബിൾ ആണ് ആക്ച്വലി. ഓക്കെ. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നത് സേഫായിട്ട് ഇരിക്കുന്നുണ്ട് മൊബൈൽ. ഓക്കെ. പിന്നെ ഡാമ്പറിൻ്റെ ഒരു ആവശ്യമുള്ളതായിട്ട് തോന്നുന്നു. ഡാമ്പറിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഞാൻ ഒരു ഇതിന് മുന്നേ യൂസ് ചെയ്യുന്നത് സാംസങ്ങിൻ്റെ S20 FE എന്ന് പറഞ്ഞ മോഡലായിരുന്നു. ലഡാക്ക് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ അതിൻ്റെ ക്യാമറ സിസ്റ്റം ഏകദേശം തീരുമാനമായി. അതെ അതെ, ക്വാഡ് ലോക്കറിന് ഇപ്പോൾ മറ്റേ ഇത് വരുന്നുണ്ട്, ഡാമ്പർ ഉള്ളൊരു സംഭവം വരുന്നുണ്ട്. അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഈ ബോബോ ഗിയർ സാധനങ്ങളൊന്നും ഒരിക്കലും OIS ഉള്ള ഫോണിന് ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല, റെക്കമെൻഡഡ് അല്ല. ബാർക്ക് ബസ്റ്റേഴ്സിൻ്റെ ഓക്കെ കാർഡ് വരുന്നുണ്ട്. 12K. അതെ, നമ്മൾ NX500-ൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് ജോൺസൺ പറയുന്നുണ്ട് പുള്ളി വെച്ചത് ആക്ച്വലി നോർമൽ ഇതാണ്, ബാർക്ക് ബസ്റ്റേഴ്സ് വെച്ചില്ല. കാരണം വീണു പോയി പിന്നെ മാറണം. അതിപ്പോൾ 12K ആണെങ്കിലും 25K ആണെങ്കിലും അങ്ങനെ ഒരു സംഭവമുണ്ട്. ഓക്കെ ഓക്കെ 17K സെൻട്രൽ സ്റ്റാൻഡിന് മാത്രം. അടിപൊളി. അതിനുശേഷം വിൻസ്ക്രീനൊക്കെ മാറ്റുക അങ്ങനെ വല്ലതും ചെയ്തായിരുന്നോ? സ്റ്റോക്ക് തന്നെയാണല്ലേ? ടോപ്പ് ബോക്സിൻ്റെ LRL-ൻ്റെ 11K വിത്ത് പ്ലേറ്റ്. ഓക്കെ. പിന്നെ ഓണർഷിപ്പ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ
റൈഡ് കംഫോർട്ട്, ലോങ് റൈഡ്, ഡെയിലി കമ്മ്യൂട്ടിനൊക്കെ എന്താണ് ബ്രോഡ് അഭിപ്രായം? ഞാൻ ആക്ച്വലി ഡെയിലി യൂസിന് വേണ്ടി ഇത് ഉപയോഗിക്കാറില്ല. പക്ഷെ എല്ലാ വീക്കെൻഡിലും ഒരു റൈഡ് മസ്റ്റാണ് അല്ലേ? പക്ഷെ അതിനെ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഞാൻ വളരെ ഹാപ്പിയാണ്. ഓക്കെ, പ്രത്യേകിച്ചും കംഫർട്ട് ലെവൽ C900 ലെവലിൽ ഞാൻ വന്നിരിക്കുമ്പോഴത്തേക്കും ഓടിക്കാൻ നല്ല രസമാണ്. ഓക്കെ, പക്ഷേ കംഫോർട്ട് ലെവൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിനെ മാച്ച് ചെയ്യാൻ പറ്റില്ല. അൺമാച്ച്ഡ് ആണ്, അൺപാരലൽ എക്സ്പീരിയൻസ് ആണ്. സുഖമായിട്ട് പോവാം. പിന്നെ ഹോണ്ടയുടെ ഒറിജിനൽ ആക്സസറീസ് ആയിട്ട് വേറെ എന്തെങ്കിലും പിടിപ്പിച്ചിട്ടുണ്ടോ? ചാർജറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? പിന്നെ വണ്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, എല്ലാവരും പറയും മാനുവൽ ഓടിക്കാൻ രസമാണെന്ന് പറയും. ഓട്ടോമാറ്റിക് ഇഷ്ടമാണ്. ഓട്ടോമാറ്റിക് തന്നെയാണ്. അപ്പോൾ പിന്നെ പൊതുവെ എനിക്ക് നമ്മുടെ ട്രാഫിക്കിലും എല്ലാം ഓട്ടോമാറ്റിക് കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഈ ഓട്ടോമാറ്റിക് നമുക്കിടന്ന് കിട്ടി. ഓട്ടോമാറ്റിക് ആണ് എനിക്ക് ഏറ്റവും സത്യം പറഞ്ഞാൽ ഇഷ്ടമുള്ള ഒരു ഫീച്ചർ ഈ വണ്ടിയുടെ. അപ്പോൾ ഗിയർ ബോക്സ് നല്ലതാണ്, നല്ല റിഫൈൻഡ് ആണ് ആണല്ലേ? ഷിഫ്റ്റിംഗ് ഒക്കെ പക്കയാണ്. പിന്നെ സ്പോർട്സ് മോഡിൽ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നല്ല ത്രില്ല, നല്ല പവർ ഡെലിവറി കിട്ടും. ഓക്കെ, പിന്നെ നോർമൽ നമുക്ക് കംഫോർട്ട് ലെവലിൽ പോകണമെന്നുണ്ടെങ്കിൽ ഡ്രൈവ് മോഡിലിട്ട് പോയാൽ ഡ്രൈവ് മോഡിലിട്ട് പോകാം. നോർമൽ വണ്ടി കൊണ്ടുനടക്കുന്ന പോലെ കൊണ്ടുനടക്കാൻ ചെയ്യാം. ഇത് ഇത്രയും വലിപ്പമുണ്ട്, ഇത്രയും വെയിറ്റ് ഉള്ളൊരു വണ്ടിയാണെന്ന് ഫീൽ ചെയ്തിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടോ? ഈ വണ്ടി ആക്ച്വലി ഞാൻ എടുക്കുന്നതിന് മുന്നേ ഞാൻ ട്രയംഫിൻ്റെ ടൈഗർ ഓടിച്ചു നോക്കി. നോക്കിയായിരുന്നു. എനിക്കത് ഇഷ്ടമുള്ളൊരു വണ്ടിയായിരുന്നു. 900 ടെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയത് ഫ്രണ്ട് ഭയങ്കര ഹെവി ആയിട്ട് തോന്നുന്നുണ്ട്. ഫ്രണ്ട് ഹെവിയാണ്. ആ വെയിറ്റ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹാൻഡിലിൽ ഫീൽ ചെയ്യണം. ഓക്കെ, ഒരു ടേൺ എടുക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് നന്നായിട്ട് വെയിറ്റ് വരുന്നുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് പുള്ളിയെടുത്ത് പോയിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് അപ്പം തന്നെ എനിക്ക് വണ്ടി ഇഷ്ടമായി. കാരണം അത്രയും ലൈറ്റാണ്. അതായത് എന്താ പറയുക, കയറി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കണക്ട് ഫീൽ ചെയ്യും വണ്ടിയായിട്ട് അല്ലേ? ഓക്കെ, ഭയങ്കര ലൈറ്റാണ് ഹാൻഡിൽ. ഓക്കെ, അത്യാവശ്യം കൊണ്ടുനടക്കാനൊക്കെ. ആദ്യത്തെ നമുക്ക് വണ്ടിയുടെ സൈസ് കണ്ടപ്പോൾ തോന്നിയൊരു പേടി തോന്നിയായിരുന്നു നമ്മളെ കൊണ്ട്. പക്ഷേ ഹോണ്ടയുടെ വണ്ടികൾക്കൊക്കെ പൊതുവെ ഇപ്പം ഞാൻ ലാസ്റ്റ് ഓടിച്ച വണ്ടികളിലെല്ലാം എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഹോണ്ട ഭയങ്കര എർഗണോമിക്കാണ് ഡിസൈൻ. പിന്നെ വണ്ടിയായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് നല്ലപോലെ കിട്ടും. പിന്നെ എല്ലാത്തിനും പുറമെ എത്ര ഹെവി ആയിട്ടുള്ള വണ്ടിയാണെങ്കിലും ശരി, അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്ന സച്ച് എ വേ ദാറ്റ് നമ്മൾ കയറി ഇരുന്ന് അതിനെ മെനൂവർ ചെയ്യുമ്പോൾ വി വിൽ നോട്ട് ഇവൻ ഫീൽ ദാറ്റ് ഇറ്റ് ഇസ് എ ഹെവി ബൈക്ക്. യു ജസ്റ്റ് ഫീൽ ലൈക്ക് യു ആർ മൂവിങ് എ 300cc ബൈക്ക്. ആണല്ലേ? അതുപോലെ സീറ്റ് ഹൈറ്റ് ആണെങ്കിൽ അഡ്ജസ്റ്റബിൾ ആണ്, 2 ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ 850 ഇട്ടിരിക്കുന്നത്. 875 ആണ് നോർമൽ വണ്ടി. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ 875 വരും. ആണല്ലേ? ഇതിലാണ് ഞാൻ കംഫർട്ടബിൾ കുറച്ച്. ഓക്കെ, ഓക്കെ. ഇപ്പോൾ 8 എത്രയൊക്കെ പറഞ്ഞാൽ 850. ഓക്കെ, ഇപ്പോൾ 875 ആണ് സാധാരണ നമ്മൾ നോർമൽ ലെവൽ. ഓക്കെ. അപ്പോൾ ഒരു 5 അടി 5 ഇഞ്ച് 5 അടി 6 ഇഞ്ച് അല്ലെങ്കിൽ അതിൽ താഴെ ഹൈറ്റുള്ള ആൾക്കാർക്ക് ഇത് കൊണ്ടുനടക്കാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ബുദ്ധിമുട്ടുണ്ടാവും ഉറപ്പായിട്ടും. കാരണം നമ്മളൊരു 830 835 എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു 5'7" വരെയുള്ള ആൾക്കാർക്ക് ഓക്കെയാണ്. ബട്ട് എനിത്തിങ് ബിയോണ്ട് ദാറ്റ് വിൽ ബി അൺകംഫർട്ടബിൾ. അതെ. പിന്നെ ഇതിൻ്റെ മെയിൻ്റെനൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സർവീസ് കോസ്റ്റ് ഏകദേശം ഒരു 9K റെഗുലർ സർവീസ്. അത് എത്ര കിലോമീറ്റേഴ്സ് കൂടുമ്പോഴാണ്? 6000 കിലോമീറ്റേഴ്സിൽ. ഓക്കെ. പിന്നെ ഇതിൻ്റെ ചെയിൻ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അപ്പോൾ ലൂബ് ചെയ്യും. ഓക്കെ. നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് മേ ബി എവറി 200-250 കിലോമീറ്റേഴ്സിൽ ചെയ്യേണ്ട അവസ്ഥയാണ് അല്ലേ? അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ ചെയിൻ കണ്ടീഷൻ നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് അങ്ങ് ചെയ്യുക അല്ലേ? ഓക്കെ. അപ്പോൾ ഹരി ബ്രോ, ലോങ് റൈഡ് എക്സ്പീരിയൻസിനെ പറ്റി പറയും. 2-3 ലോങ് റൈഡ് പോയിട്ടുണ്ട്. ഓക്കെ. ധനുഷ്കോടി. എവിടെ നിന്ന്? കൊച്ചിയിൽ നിന്ന് ധനുഷ്കോടി. ഓക്കെ. ലോങ് റൈഡ് പോകാൻ നേരത്തെ അത്യാവശ്യം അപ്പോഴാണ് ഞാൻ പറഞ്ഞത് കംഫോർട്ട് ലെവൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വേണ്ടത്. അറിഞ്ഞു അവിടം വരെ എത്തിയത്? അതോ അങ്ങ് ഒഴുകി അങ്ങ് പോയി? ഒന്നാമത്തെ കാര്യം ഓട്ടോമാറ്റിക് ആണ്. അതെ, നമുക്ക് അതിന്റെ സ്ട്രെസ് വരുന്നില്ല. പിന്നെ സസ്പെൻഷനും കാര്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ വേറെ ലെവൽ മക്കൻ. എന്ത് റോഡാണ് ഏതാണെന്നും തന്നെ ബ്രേക്ക് ഇല്ലാതെ തന്നെ വേണമെങ്കിൽ അവിടെ ആണല്ലേ? അത്രയും കംഫർട്ടബിൾ ആണ്. അതായത് ബ്രോ വണ്ടി ലോങ് റൈഡ് പോകുമ്പോൾ എങ്ങനെയാണ്? എവറി 100 കിലോമീറ്റർ ആണോ 150 കിലോമീറ്റർ ആണോ ആ ബ്രേക്ക് എടുക്കുന്ന ഒരു ടൈമിങ്സ്? അത് ഡിപ്പെൻസ് ആണ്. ഇപ്പം നമ്മൾ കൂടുതലും പോകുന്നത് കൂട്ടുകാരെല്ലാവരും ഉണ്ടാവും. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പോൾ ഡിപ്പെൻസ്. ആരെങ്കിലും ഒരാൾക്ക് ബ്രേക്ക് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളപ്പോൾ നിർത്തും. അല്ല, നമ്മൾ ഫ്രണ്ട്സിനെ എക്സ്ക്ലൂഡ് ചെയ്യാണ്. ബ്രോ ഇതും എടുത്തിട്ട് നേരെ ഒന്ന് ഹംപി പോവുകയാണ് അല്ലെങ്കിൽ ഒന്ന് ബാംഗ്ലൂർക്ക് പോവുകയാണെങ്കിൽ എന്തായിരിക്കും? 200 കിലോമീറ്റേഴ്സ് പുട്ടുപോലെ അടിക്കാം. സിമ്പിൾ. അടിപൊളി. അപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല. ഞങ്ങൾ ധനുഷ്കോടി പോയ റൂട്ട് അത്ര പെർഫെക്റ്റ് അല്ലായിരുന്നു തുടക്കത്തിൽ. മധുരയിലൊക്കെ റോഡ് പണി നടക്കുന്ന കാരണം മോശമായിരുന്നു അല്ലേ? ഓക്കെ. പോലും ഒന്നും അറിഞ്ഞുപോലും. അപ്പോൾ ഇപ്പോൾ 1000cc ബൈക്ക് എന്ന് പറയുന്നത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല.
അപ്പോൾ ഒരു 1000cc അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം ഹോണ്ടയുടെ വണ്ടികൾ അല്ലെങ്കിൽ ഈ ഒരു സ്പെസിഫിക് ആഫ്രിക്ക ട്വിൻ എന്ന മോഡലിലേക്ക് ഇപ്പോൾ ഓഫ് റോഡൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണെങ്കിൽ അവരോട് ബ്രോയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഈസ് ഇറ്റ് വർത്ത്? എങ്ങനെയാണ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, പിന്നെ ലോങ് ടേം മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ? ഹോണ്ടയുടെ ഇപ്പോൾ 1000cc നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് വന്നാൽ ഇപ്പോൾ ടൈഗർ ഏകദേശം 1000 തന്നെയാണ്. ടൈഗർ 900. പിന്നെ വന്നത് വേഴ്സസ് ഉണ്ട്, പിന്നെ ഇതുണ്ട്, പിന്നെ ഇതിന്റെ മേളില് GS ഉണ്ട്. ബിഗ് ബ്രോ, നമ്മുടെ അൾട്ടിമേറ്റ് ആക്ച്വലി അഡ്വഞ്ചർ. അതെ അതെ. അപ്പൊ അതിന്റെ അകത്തോട്ട് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ യൂസ് ആണ്. വണ്ടിയുടെ യൂസ് നോക്കുക. കുറച്ച് അഡ്വഞ്ചറും ഇതൊക്കെ ഉള്ള ആൾക്കാർ നോക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഓപ്ഷൻ ആഫ്രിക്ക ട്വിൻ തന്നെയാണ്. ഓക്കെ. പിന്നെ ടൂറിംഗ് മാത്രമാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ബെറ്റർ കുറച്ചുകൂടി വേഴ്സസ് ആയിരിക്കും എന്ന് തോന്നുന്നു. ഓക്കെ. കാരണം നല്ല റിഫൈൻഡ് എഞ്ചിനാണ്. 4 സിലിണ്ടർ ഓപ്ഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും. 2 സിലിണ്ടർ ആണ്. എന്നാലും നമുക്ക് കുറച്ചുകൂടി അഡ്വഞ്ചർ, ചെറിയ ഓഫ് റോഡൊക്കെ ഇടയ്ക്ക് പോകണമെന്ന് ആവശ്യം താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എപ്പോഴും ആഫ്രിക്ക ട്വിൻ നല്ലത്. കോസ്റ്റ് കുറച്ച് ഹൈ ആയിരിക്കും പുതിയ ബൈക്ക് മേടിക്കുമ്പോൾ. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിൻ്റെനൻസ് നല്ല ചീപ്പായിരിക്കും. ഈ സർവീസ് നമുക്ക് 60 സർവീസിന് വന്നത് 9000 rupees ഒക്കെയാണ് സർവീസിന് വന്നത്. ഇതേ സമയം ഒരു കവാസാക്കിയോ അല്ലെങ്കിൽ വേറൊരു ബ്രാൻഡ് ആണെങ്കിൽ തന്നെയാണ് സർവീസ്. പക്ഷെ ട്രയംഫിലോട്ട് പോയി കഴിഞ്ഞാൽ കോസ്റ്റ് ഭയങ്കരമായിട്ട് പോകും. കിളി പറക്കുമെന്നല്ലേ? അതെ അതെ. ഇപ്പൊ ലോയിന്റെ വണ്ടിക്ക് തന്നെ അവര് നമ്മുടെ കൂട്ടുകാരൊക്കെ ഉപയോഗിക്കുന്നവർക്ക് നല്ല കോസ്റ്റ് വരുന്നുണ്ട്. നല്ല കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ പാർട്സും ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ആണല്ലേ? പാർട്സ് അവൈലബിലിറ്റി എങ്ങനെയാണ്? പാർട്സ് ഇത്തിരി പ്രശ്നമുണ്ട് ആക്ച്വലി. നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തണം അല്ലേ? വെയിറ്റിംഗ് ടൈമും ഉണ്ടോ? വെയിറ്റിംഗ് ടൈം ഉണ്ട്. ഓക്കെ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിച്ചിട്ട് പാർട്സ് എന്തെങ്കിലും റീപ്ലേസ് ചെയ്യേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാല് 2 months ഒക്കെ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരാം. 2 months അല്ലേ? അയ്യോ. പിന്നെ ബ്രോയ്ക്ക് എക്സ്പീരിയൻസ് നല്ലതാണ് ആണല്ലേ? ഓക്കെ. പിന്നെ കസ്റ്റമർ കെയറും ഇവിടുത്തെ സർവീസ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? നല്ല ഡീലിംഗ് ആണ്. നല്ല ഡീലിംഗ് ആണ്. ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഉണ്ടാക്കില്ല. ഓക്കെ. ഓക്കെ. അപ്പൊ ഈ നന്നായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യണതല്ല. ഓക്കെ. ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. സെറ്റാണ്. അപ്പോൾ ഹരി ബ്രോ, ഇത്രയും നാൾ വണ്ടി യൂസ് ചെയ്തതിൽ നെറ്റ് പിക്കിംഗ് അല്ല, എന്നാലും ചോദിക്കുവാണ്, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ എലമെൻറ്റ്സ് ഇത്രയും വില കൊടുത്ത അല്ലെങ്കിൽ ഇത്രയും ഹൈ എൻഡ് വണ്ടിയാണ് ബട്ട് സ്റ്റിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ഒരു പ്രശ്നമാണ്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിരിക്കുന്നതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് വണ്ടി പെർഫെക്റ്റ് ആണ്. നല്ല ബിൽഡ് ക്വാളിറ്റി ആണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ. സ്വിച്ചസ് ഒക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് ഒന്നും പറയാനില്ല. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ വീട് ഇരിക്കുന്നത് കോസ്റ്റൽ ഏരിയ ആണ്. കുറച്ച് ഓക്കെ. അരൂർ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് കോസ്റ്റൽ ഏരിയ. ഓക്കെ. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് മൈനറായിട്ടുള്ള റസ്റ്റും കാര്യങ്ങളൊക്കെ, റസ്റ്റ് ഇഷ്യൂസ് ഉണ്ടല്ലേ? അത് നമ്മുടെ സോൾട്ടിൻ്റെ പ്രസൻസ് ആണ്. റസ്റ്റിംഗ് വന്നിട്ടുണ്ട്. ഓക്കെ. നട്ട് ബോൾട്ട് ചെയിനൊക്കെ എങ്ങനെയാണ്? ചെയിൻ കുഴപ്പമില്ല. ലൂബ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകിച്ച് ഇവിടെ ആയതുകൊണ്ട് 500-നുള്ളിൽ നമ്മൾ എന്തായാലും ലൂബ് ചെയ്യാറ്. അതെ അതെ അതെ. ചെയിൻ ഇഷ്യൂ ഇതുവരെ വന്നിട്ടില്ല. ചെയിൻ അങ്ങനെ ഇപ്പോൾ എൻ്റെ എൻ്റെ വണ്ടി തന്നെ വീട്ടിൽ ചിലപ്പോൾ 1 week ഒക്കെ അനങ്ങാതിരുന്നിട്ട് പുറത്ത് വന്ന് നോക്കുമ്പോൾ റസ്റ്റ് കാണും. അപ്പോൾ എനിക്ക് നെഞ്ചുവേദന എടുക്കും, അയ്യോ എന്ന്. അതുപോലത്തെ ഇഷ്യൂ ഒന്നും ഇല്ലല്ലേ? പിന്നെ നട്ടും ബോൾട്ട് റസ്റ്റ് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ചെറിയ രീതിയിൽ മാത്രം അല്ലേ? എല്ലാം ഒന്നും ഇല്ല. ഇപ്പം എൻ്റെ അത് നോക്കണമെങ്കിൽ തന്നെ ഒരു 5-6 നട്ടും ബോൾട്ട് മാത്രമേ റസ്റ്റ് ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഓക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് ഹോണ്ട ആഫ്രിക്ക ട്വിനെ പറ്റി ഇത്രയും ഇൻസൈറ്റ്സ് ഒക്കെ തന്ന ഹരി ബ്രോയ്ക്ക് താങ്ക് യു. അപ്പോൾ നമുക്ക് ഇനി വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ ഗായ്സ്, നമ്മൾ ആഫ്രിക്ക ട്വിനുമായിട്ട് നല്ല കട്ട ബ്ലോക്കിലൂടെ, വളരെ മോശം റോഡാണ് ഇത്, നാഷണൽ ഹൈവേ 66 ആണ്. ഇതിലൂടെ ഒരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ വീഡിയോയുടെ ഭാഗമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം റോഡാണ്. ഇവിടെയാണ് നമ്മുടെ KSRTCയും കാറുകളൊക്കെ താന്നുപോയ സ്ഥലം. അപ്പോൾ ഈ ഒരു ബാഡ് പാച്ച് ഓഫ് റോഡിൽ കൂടി ഞാനിത് ഓടിച്ചിട്ട് എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ വീട്ടിൽ സോഫയുടെ പുറത്ത് ചില്ലായിട്ടിരുന്ന് നെറ്റ്ഫ്ലിക്സിൽ വീഡിയോ കാണുന്ന എഫക്റ്റാണ്. ഇത്ര നേരം ഞാൻ ഓടിച്ചിരുന്നത് നോർമൽ ഡ്രൈവ് മോഡിലാണ്. നമുക്കിതിനെ സ്പോർട്ട് മോഡിലേക്ക് സ്വിച്ച് ചെയ്തിട്ടൊന്ന് ഓടിച്ച് നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഇത്രയും ട്രാഫിക്കിനിടയിൽ സ്പോർട്ട് മോഡിട്ട് ഓടിക്കാനും പറ്റില്ല. പിന്നെ നമ്മുടെ ഇവിടെ അധികം ഓവർ സ്പീഡൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ആ ഒരു ബ്രിഡ്ജിൻ്റെ ആ ഗ്യാപ്പിൽ വെച്ച് ചുമ്മാ ഒന്ന് കൈവിടുത്തപ്പോൾ തന്നെ വണ്ടി സിമ്പിളായിട്ട് 140
ബൈ.